10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് എ വേവ് ഈസ് ഡിപിക്റ്റഡ് ബിലോ. അതായത് ഒരു വേവിന്റെ ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഈസ് ഷോൺ ഇൻ ദി ഫിഗർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്ത് തരം വേവാണ്, തരംഗമാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ട്രസ്റ്റും ട്രഫും ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് എന്താന്ന് പറയാം, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താ ചോദിക്കാം, വാട്ട് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ് എന്ന് ചോദിക്കാം അല്ലെ. വാട്ട് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ്? അതായത് ഇതിന്റെ ആയതി എത്രയാണ്? ആയതി നമുക്കറിയാം ഉയർന്ന സ്ഥാനാന്തരം അല്ലെ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഹൈറ്റ് നോക്കിയാൽ മതി. ഹൈറ്റ് ആയിരിക്കും എന്ത് ആംപ്ലിറ്റ്യൂഡ്. ഇതിന്റെ ഹൈറ്റ് ഇവിടെ എത്ര? 2. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് 2 സെന്റിമീറ്റർ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? 2 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദി വേവ് ഇഫ് ഇറ്റ് ടേക്സ് 3 seconds ടു ട്രാവൽ ഫ്രം എ ടു ബി. അതായത് ഈ ഒരു വേവ് എയിൽ നിന്നും ബിയിൽ വരാൻ 3 സെക്കൻഡ് ടൈം ആണ് എടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ചോദിക്കാം. നമ്പർ ഓഫ് ഓക്സിലേഷൻ ബൈ ടൈം ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ടൈമിൽ 3 സെക്കൻഡിൽ എത്ര ഓക്സിലേഷൻ ഉണ്ടാവുന്നുണ്ട്? 1, 2, 3. അപ്പൊ 3 സെക്കൻഡില് 3 ഓക്സിലേഷൻ ഉണ്ടാകും. അപ്പൊ F is equal to 3/3 is equal to 1 ഹെഡ്സ്. അപ്പൊ ഫ്രീക്വൻസി എത്രയാണ്, അഥവാ ആവൃത്തി എത്രയാണ്? 1 ഹെഡ്സ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത്, സ്പീഡ് ഓഫ് ദി വേവ്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദി വേവ്. അതായത് ഈ തരംഗത്തിന്റെ വേഗം, തരംഗ വേഗം കണ്ടുപിടിക്കാൻ ചോദിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയാം. B is equal to F lambda അല്ലെ. ഈ ഇക്വേഷനിലേക്ക് വാല്യൂസ് ഇട്ടുകൊടുത്ത ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു 1 ഹെഡ്സ്. 1 into lambda അകലം അല്ലെ. അതായത് ഒരു തരംഗം സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരം, അതായത് ഒരു തരംഗം ഇവിടം വരെയാണല്ലോ. അപ്പൊ ഇതെത്ര? 6 അല്ലെ. അപ്പൊ 6 മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ 6 1 into 6 is equal to 6. തരംഗവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്കിവിടെ തരംഗവേഗം അഥവാ സ്പീഡ് ഓഫ് വേവ് കിട്ടി 6 മീറ്റർ പെർ സെക്കൻഡ്.